പള്ളിക്കുന്ന് സെൻട്രൽ ജയിലിൽ പെട്രോൾ പമ്പിൽ ടാങ്കിന്റെ പരിശോധന ഒരാഴ്ചക്കകം പൂർത്തിയാക്കാൻ നിർദ്ദേശം. പരിശോധന പൂർത്തിയാകും വരെ പുതിയ സ്റ്റോക്ക് ഇറക്കില്ല. ADM കലാഭാസ്കറിന്റെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം KV സുമേഷ് MLAയുടെ നേതൃത്വത്തിൽ കലക്ടറെ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര യോഗം ചേർന്നത്. പള്ളിക്കുന്ന് ജയ് ജവാൻ റോഡിലെ വീട്ടുകിണറ്റിൽ പെട്രോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടാണ് ADM കലാഭാസ്കർ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നത്. കണ്ണൂർ സെൻട്രൽ ജയിൽ നടത്തുന്ന പെട്രോൾ പമ്പിന്റെ ടാങ്കുകളുടെ പ്രഷർ ഒരാഴ്ചക്കകം പരിശോധിക്കാൻ ADM നിർദ്ദേശം നൽകി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് ഇത് പരിശോധിക്കേണ്ടത്. ഞായറാഴ്ച പമ്പിലെ ഒരു ടാങ്കിന്റെ ലീക്കേജ് പരിശോധിക്കണം. പരിശോധനാ സമയത്ത് കൗൺസിലർ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ശേഷിക്കുന്ന ടാങ്കുകൾ അടുത്ത വെള്ളിയാഴ്ചക്കകം പരിശോധന പൂർത്തിയാക്കണമെന്നും നിർദ്ദേശിച്ചു. അതുവരെ പുതിയ സ്റ്റോക്ക് എടുക്കില്ല. തിങ്കളാഴ്ച വെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധിക്കണം. നേരത്തെ പരിശോധനയ്ക്കയച്ച 4 കിണറുകളിൽ വീണ്ടും പരിശോധന നടത്തണം. പ്രദേശത്തെ മറ്റു കിണറുകളിലെ വെള്ളവും പരിശോധിക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കിണറുകളുടെ വെള്ളം ശുചിയാക്കുന്നതുവരെ കിണറുകൾ ആവർത്തിച്ച് വൃത്തിയാക്കണം. ജലത്തിൽ ഇന്ധനത്തിന്റെ സാന്നിധ്യം കണ്ട സ്ഥിതിക്ക് വേണ്ട സുരക്ഷാ നടപടികൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സ്വീകരിക്കണം. ഈ പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണത്തിന്റെ ചുമതല ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഏറ്റെടുക്കണമെന്നും ADM നിർദ്ദേശം നൽകി. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഗൈഡ്ലൈൻസ് ഉറപ്പുവരുത്തി വേണം പമ്പ് പ്രവർത്തിക്കാൻ. ചോർച്ച നടന്നത് എന്തുകൊണ്ടാണെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും അന്വേഷണം നടത്തണമെന്നും ADM നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ KV സുമേഷ് MLA കളക്ടറെ കണ്ടിരുന്നു. റെസിഡൻഷ്യൽ അസോസിയേഷൻ ഭാരവാഹികൾക്കും കൗൺസിലർക്കും ഉൾപ്പെടെയാണ് MLA കളക്ടറെ കണ്ടത്. ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് MLA ആവശ്യപ്പെട്ടിരുന്നു. വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിലും KV സുമേഷ് MLA പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കർശന നടപടിക്ക് സർക്കാരും നിർദ്ദേശം നൽകിയത്. പ്രശ്നം പരിഹരിക്കുന്നതിനുവേണ്ടി ഇടപെട്ട ജില്ലാ ഭരണകൂടത്തെ MLA അഭിനന്ദിച്ചു. യോഗത്തിൽ കൗൺസിലർ ദീപ്തി വിനോദ്, ഡെപ്യൂട്ടി കളക്ടർ KV ശ്രുതി, സെൻട്രൽ ജയിൽ സൂപ്രണ്ട് K വേണു, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സീനിയർ മാനേജർമാരായ M ശ്രീനാഥ്, പ്രസാദ് ചന്ദ്രൻ, ഭൂജല വകുപ്പ് ഓഫീസർ B ഷാബി, മലിനീകരണ നിയന്ത്രണ ബോർഡ് സീനിയർ എൻവയോൺമെന്റ് എഞ്ചിനീയർ സൗമ ഹമീദ, റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.